Hello guys, welcome back to my channel. If you like my crafts, make sure to hit the subscribe button and the notification bell to stay updated on my latest videos. If you're new here, please subscribe my channel for more ideas like this. Let's move on to the video. Remember, if you like my crafts and videos, make sure that you subscribe and supporting me on YouTube. Now what I am showing here is this for Diwali special greeting card ideas. Let's move on to the video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദീപാവലി സ്പെഷ്യൽ ക്രാഫ്റ്റ് ഐഡിയാസാണ്. അപ്പോൾ 4 ഗ്രീറ്റിംഗ് കാർഡ് ഐഡിയാസാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ദീപാവലിക്ക് മാത്രമല്ല, നമ്മൾ ഈ ബർത്ത്ഡേക്കും അതേപോലെ വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഗ്രീറ്റിംഗ് കാർഡ് ഐഡിയാസ് മോഡൽ തന്നെയാണിത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ചെയ്യുന്ന കാർഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയ തന്നെയാണിത്. ഗ്രീറ്റിംഗ് കാർഡ് ഐഡിയ എന്നും പറയും, ക്രാഫ്റ്റ് ഐഡിയ എന്നും പറയാം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ആക്കുന്നത് നമ്മൾ ഈ പടക്കം തന്നെ, ഈ ക്രാക്കേഴ്സ് ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഒരു കാർഡ് എടുക്കുക, ഒരു വൈറ്റ് കാർഡ്. അത് എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ഞാൻ മുറിച്ചോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ പെൻസിൽ കൊണ്ട് ഹാപ്പി ദീപാവലി എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതൊന്ന് സ്പേസ് ഒന്ന് നോക്കാനാണ് ഹാപ്പി ദീപാവലി എഴുതി, ബാക്കി എത്ര സ്പേസ് ഉണ്ട് നോക്കാനാണ് പെൻസിൽ കൊണ്ട് എഴുതിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു റെഡ് പേപ്പേഴ്സ് ഞാനിപ്പോൾ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്യും. എന്നിട്ട് ഗമ്മോ ഫെവിക്കോളോ വെച്ച് ഞാൻ അവിടെ അറ്റാച്ച് ചെയ്ത പോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഹാപ്പി ദീപാവലി എന്നൊന്ന് ഞാൻ അവിടെ ഒരു ബ്ലാക്ക് സ്കെച്ച് കൊണ്ടും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രാഫ്റ്റിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ക്രാഫ്റ്റ് ഡയറീസ് എന്ന് പറയുന്ന എൻ്റെ ചാനലിലെ 5th വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ബട്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക്. ഞാൻ ഇടുന്നൊരു എഫേർട്ടിന് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല എന്നുള്ളതിൽ എനിക്ക് നല്ല സാഡ്നെസ് ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഏകദേശം ഒരു 1.5 മന്തായിട്ട് ഞാൻ തുടങ്ങിയിട്ട്, ബട്ട് ഇപ്പോഴും എൻ്റെ ചാനൽ 52 സബ്സ്ക്രൈബേഴ്സ് നിൽക്കുന്നേ. ഞാൻ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ വീക്ക്ലി വൺസ് എങ്കിലും ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്രാഫ്റ്റ് ഇത്രയാണ്, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്രാഫ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗ്രീറ്റിംഗ് കാർഡ് ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനൊരു A4 സൈസിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. കളർ പേപ്പർ റെഡ് കളറാണ് എടുത്തത്. എന്നിട്ട് എനിക്ക് ഇത്ര വലുപ്പത്തിൽ കാണുമ്പോൾ ഒരു രസമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു 3/4 ഭാഗം കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് അത് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഐഡിയ എന്ന് പറയുന്നത് സിമ്പിൾ തന്നെയാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ബട്ട് കുറച്ചൊരു എഫേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് വേണമെന്ന് പറയുന്നത് ഒരു കളർ പേപ്പറും അതേപോലെ A4 ഷീറ്റുമാണ്. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ്സും വേർഡ്സ് എഴുതലും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കളർ പേപ്പർ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഐഡിയ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ A4 ഷീറ്റ് എടുത്ത് ഞാൻ അതേ ഒരു സൈസിൽ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് ഒന്ന് ഈ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തു. അത്ര തന്നെയുള്ളൂ. എന്നിട്ട് അതിനൊരു ബോർഡറിൽ ഈ ഒരു ഡാർക്ക് ബ്ലൂ കളർ ബോർഡറായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക മെത്തേഡ് വേണം നിർബന്ധമൊന്നുമില്ല, ബട്ട് എന്നാലും ഒരു ഹൈലൈറ്റ് ചെയ്ത് അട്രാക്റ്റ് ആയി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ ട്രൈ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്ത്. ഇത് കാണുമ്പോൾ തന്നെ സിമ്പിളാണ്, ബട്ട് ആർക്കും ഒരു ഡൗട്ട് വരരുതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ബുക്ക് പോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അവിടെ ഒരു എന്താ പറയുക സ്റ്റാപ്ലർ പിന്നുകൊണ്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക മറ്റേ മിഡിൽ പോർഷനിൽ. അപ്പോൾ ഇതിങ്ങനെ വിടർന്ന് നിൽക്കുന്നതാണ് ഒരു രസം തന്നെയാണ് കേട്ടോ. ഈ ക്യാമറയിൽ കാണുന്ന അത്ര ഇതില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല ലുക്കുണ്ട്, നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പോൾ അതൊന്ന് അവിടെ എന്താ പറയുക ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക, പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പേപ്പർ വെച്ച് ആ പിൻ ചെയ്ത ഭാഗം ഈ ഒരു പിന്നും അതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ പീസ് A4 ഷീറ്റ് എടുത്തിട്ട് അവിടെ അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എന്താ പറയുക വേർഡ്സ് എഴുതി കൊടുക്കുന്നുണ്ട്. വിഷ് യു ലവ് പീസ് ആൻഡ് എൻജോയബിൾ ഡേ, ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹാപ്പി ഞാൻ ക്യാപിറ്റൽ എഴുതി, ദീപാവലി ഞാൻ മൊത്തം സ്മോളിലാണ്, ഫസ്റ്റത്തെ D മാത്രമാണ് ക്യാപിറ്റൽ എഴുതി. ഒരു എന്താ പറയുക ഡിസൈനാക്കാന്ന് വെച്ച്
പക്ഷേ പാളിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു ദീപം പോലത്തെ വിളക്കും അതൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മേലെ ഒരു ഡെക്കറേഷൻ ഒരു സംഭവം വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ദീപത്തിനൊരു കളർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഡെക്കറേഷനിൽ ഞാൻ കുറച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐഡിയയിലേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ച ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, സിമ്പിളായിട്ട് തോന്നും. സിമ്പിൾ തന്നെയാണ്, ബട്ട് എന്നാലും കുറച്ചൊരു ഡെക്കറേഷനും ഒരു ഇതുണ്ട്. കുറേ ഡെക്കറേഷൻ ചെയ്താൽ, ഉള്ളിലൊക്കെ കുറേ ഡെക്കറേഷൻ ചെയ്താൽ നല്ല രസമുണ്ടാവും. ബട്ട് എനിക്കെന്താ പറയുക, സിമ്പിളായിട്ട് ഇരിക്കുന്ന ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അത്രേ ഏറ്റുള്ളൂ. ഉൾഭാഗത്ത് പുറം ഭാഗത്ത് എന്നാലും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു A4 ഷീറ്റിൻ്റെ ഈ ഒരു പീസ് എടുക്കുക. എന്നിട്ട് അത് കറക്റ്റ് ഫോൾഡ് ചെയ്യുക ഈക്വലായിട്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ആ ഒരു ലൈൻ വരുമല്ലോ, അതിനെ ബേസ് ചെയ്ത് ഇതിൽ ഞാൻ മടക്കി കാണിച്ച പോലെ മടക്കുക. എന്നിട്ട് അതിൻ്റെ 2 വിങ്സ് ഉണ്ടാവില്ല, അതിൽ നമ്മൾ കോമ്പസ് വെച്ചൊരു ഹാഫ് സർക്കിൾ വരക്കും അപ്പുറത്തും ഇപ്പുറത്തും. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കെച്ച് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉള്ളിൽ ഞാനിപ്പം കാണിച്ച ഈ ഒരു ഡിസൈൻ വരക്കുകയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് അതിനെല്ലാം പല പല സ്കെച്ചസ് കൊണ്ട് കളർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഈ കാണുന്ന ഈ ഒരു സ്പേസിൽ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനവിടെ നിന്ന് ഗ്രീൻ സ്കെച്ച് കൊണ്ട് ഹാപ്പി ദീപാവലി എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബ്ലാക്ക് സ്കെച്ച് കൊണ്ടൊന്ന് ഔട്ട്ലൈനും കൂടി ചെയ്തിട്ട് ആ പേജ് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അത് ഒന്ന് കട്ട് ചെയ്യുക. ഈ ഒരു ഹാഫ് സർക്കിളിൻ്റെ ഇതിൽ കാണിക്കുന്ന പോലെ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വിഷിങ് വേർഡ്സൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും എനിക്കൊരു മണ്ടത്തരം പറ്റിയ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു എഴുതിയതിൻ്റെ മുകളിൽ ഞാൻ വെറുതെ ഒരു കളർഫുള്ളിന് സ്കെച്ചസ് കൊണ്ട് വരഞ്ഞു കൊടുത്തു. ബട്ട് അതിനെക്കാട്ടും എന്താ പറയുക, വൃത്തിയുള്ളതും രസം കാണാനുള്ളത് ഇതാണ്. നമ്മൾ ഈ സിമ്പിളായിട്ട് എഴുതുന്നത്. ഞാൻ ജസ്റ്റ് എല്ലാം സിമ്പിളാക്കേണ്ടതെന്ന് വെച്ചിട്ടൊന്ന് കളർഫുള്ളാക്കാന്ന് വെച്ചാൽ, ബട്ട് അതും പാളിപ്പോയി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും വിങ്സിലും കൂടി ഞാൻ ഹാപ്പി ദീപാവലി എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇതും സിമ്പിളായിട്ടുള്ള ജനറൽ ഐഡിയ തന്നെയാണ്. ആ ഒരു വേർഡ്സിന് കളർഫുൾ ആക്കേണ്ടതെന്നേ ഉള്ളൂ. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. നല്ല രീതിയിൽ കൊള്ളായിട്ടുണ്ട് ഈ എഴുതിയത്. ബാക്കിയൊക്കെ ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐഡിയയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഐഡിയ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ആൻഡ് റെഡ് തീമിലാണ്. ഞാൻ ഈ എല്ലാ തീമും ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ചെയ്ത ഈ 4 ഗ്രീറ്റിംഗ് കാർഡ് ഐഡിയാസും ഏകദേശം എല്ലാം ഒരു വൈറ്റ് ആൻഡ് റെഡ് ഒരു ടച്ചിലാണ് ഉള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ കോമ്പസ് എടുത്ത് 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ 4 സർക്കിൾസ് വരച്ചെടുത്തു. 4 എണ്ണത്തിൽ 2 എണ്ണം റെഡും 2 എണ്ണം വൈറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് ഈ 4 എണ്ണവും ഒരു ഷേപ്പ് ഒരു ഓർഡറിൽ ഇങ്ങനെ എന്താ പറയുക ഫോൾഡ് ചെയ്യാനുണ്ട്. ഫോൾഡ് ചെയ്യാൻ നല്ല ഒട്ടിക്കാൻ. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ഹാഫായിട്ടും ഇതാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിൽ കാണിക്കുന്ന പോലെ വെച്ച് കൊടുക്കുക. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ കൺഫ്യൂസ് ആകുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തന്നെ നല്ല രീതിക്ക് കൺഫ്യൂസ് ആകുന്നുണ്ട്. ബട്ട് അറ്റ് ലാസ്റ്റ് ഇപ്പോൾ ഈ ഫൈനൽ ലുക്ക് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇൻസൈഡിൽ നമുക്ക് വെക്കാൻ പറ്റിയൊരു സൈസിൽ ഞാനൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ഈ ഒരു ബോർഡർ ലൈൻസൊക്കെ കൊടുത്ത് ഞാൻ അതിൻ്റെ ഉള്ളിലാണ് ഹാപ്പി ദീപാവലി എന്ന് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഹാപ്പി ദീപാവലി അങ്ങനെ കാണുന്ന വിധത്തിൽ വേറെ വിഷിങ് വേർഡ്സ് അതൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹാപ്പി ദീപാവലി അത്ര മാത്രമേ ഉള്ളൂ. ബട്ട് ഞാൻ ചെയ്തതിൽ ഏറ്റവും മിനിയേച്ചർ ഇതാണ്. ബട്ട് ഏറ്റവും ക്യൂട്ട് കാണാൻ ഇത് തന്നെയാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി പെർഫെക്ഷൻലി ചെയ്തിട്ടുണ്ട്. സംഭവം നല്ല രീതിക്ക്
യൂസ്ഫുള്ളും അട്രാക്റ്റീവും ആവും. ബട്ട് ഞാൻ കുറച്ച് സ്പീഡ് ചെയ്തുകൊണ്ടാണ് അത്ര പെർഫെക്ഷൻ ഇല്ല, എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. അതിങ്ങനെ എക്സ്പോസ് ചെയ്ത് ചാടി പോകാണ്ട് വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റിൻ്റെ ചെറിയൊരു സൈസ് പേപ്പർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 4x4 എന്ന് പറയുന്ന ഇതിൽ നമ്മളൊരു സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അതെന്ന് പറയുന്നത് നമുക്ക് ഈ മേലെ വെക്കാനുള്ള ഫ്ലവർ ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, കട്ട് ചെയ്യുക. എല്ലാം ഇതിൽ കാണുന്ന പോലെ തന്നെ, ഞാൻ പറയുന്നതിനെക്കാട്ടും മനസ്സിലാവും കാണുമ്പോൾ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനത് അവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരു പെർഫെക്ഷനിലാക്കി ലാസ്റ്റ് നമുക്ക് ഔട്ട്ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മളിങ്ങനെ തുറന്ന് വരുമ്പോൾ ഹാപ്പി ദീപാവലി എന്നാണ്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണ്. ഇത് നമുക്ക് ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കിത് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.